ഹായ് ഹലോ വെൽക്കം ടു നിഷ പെരീസ് വേൾഡ്. ഒത്തുകൂടലിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അത് നമുക്കൊക്കെ മനസ്സിലായത് കൊറോണയ്ക്ക് ശേഷമാണ്, ആ ഒരു സമയത്തിന് ശേഷമാണ് ഒത്തുകൂടൽ കൂടുതലായിട്ട് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ പ്രതിവേടന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊറോണയ്ക്ക് മുമ്പായിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നലെ മക്കളൊക്കെ വന്ന സന്തോഷത്തിൽ ഞങ്ങൾ ഒന്നുകൂടി ഒത്തുകൂടി. കിച്ചുവിന് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. ഫോട്ടോസ് എടുത്ത് നോക്കുന്ന സമയത്താണ് വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. ആദ്യം അച്ഛനും അമ്മയായിരുന്നു കേട്ടോ മുകളിൽ ഇരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇപ്പം ഇല്ലാത്ത ടൈമിൽ ഇപ്പം ഞങ്ങൾ ആ ഒരു സ്പേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്നാണ് കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ആദ്യം ഞങ്ങൾ ഇരുന്നിരുന്ന സ്പേസിലാണ് ഇപ്പൊ ഇവരൊക്കെ ഇരിക്കുന്നത്. ഇത് വലിയ ഏട്ടന്റെ മോൾ നിതയും ഹസ്ബൻഡ് സുചി. ഇവര് പാലക്കാട്ടുകാരാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴും ഇവർക്ക് നാണം മാറിയിട്ടില്ല. ഇവരെ മക്കളാണ് അഭയും അഭിനവും. ഇത് അർച്ചനയും നന്ദുവും. പിന്നെ ആദർശം കുട്ടാപ്പൊക്കെ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ മക്കളായി. ഇപ്പൊ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായി. അവരുടെ മക്കളൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാലം പോകുന്ന പോക്കില് നമുക്ക് സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ. അത് കേട്ടിട്ട് വാവാച്ചിക്ക് ചിരി അടക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള ഒത്തുകൂടൽ ഇവിടെ പതിവാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പൊ അർച്ചന പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന ബിരിയാണി ഒന്നും കഴിക്കുന്ന വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. എൻ്റെ വീഡിയോസ് ബെറ്ററായി വരുന്നുണ്ടോ, അതോ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കണ്ടന്റ് കാണാനാണ് ഇഷ്ടം, അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ കമൻസിലിടുക. അപ്പോൾ സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ വീഡിയോസ്. ഇറ്റ് മീൻസ് എ ലോട്ട് ടു സീ യുവർ നെയിംസ് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. നിങ്ങളുടെ സജഷൻസ് എൻ്റെ ഈ വീഡിയോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്കൊരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാണ്ട്. നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സോ ദാറ്റ് വി ക്യാൻ റീച്ച് 200. നിങ്ങളിങ്ങനെ കാണുന്ന ഷട്ടിൽ കോട്ട് ഒരു 5 പേരുടെ എഫേർട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആദർശും കുട്ടാപ്പവും വീണയും ആദി ആൻഡ് നിയക്കുട്ടി. ഇവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്, അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാനും ഇവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഷട്ടിലും ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ അഭിനവ് ഒന്ന് ചെറുതായിട്ട് പിണങ്ങിയിട്ടുണ്ട്. ഫുട്ബോളാണ് അഭിനവിന് ഇഷ്ടപ്പെട്ട ഗെയിം. അപ്പോൾ അത് കളിക്കാനായിട്ട് ആരും വരാത്തതിൻ്റെ പരിഭവമാണ്. അപ്പോഴേക്കും എല്ലാവരും ഷട്ടിൽ കളിയൊക്കെ നിർത്തിയിട്ട് അഭിനവിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അഭിനവിനെ അറിയേണ്ടത് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെയാണ്. കാണലുണ്ടോ ആൻറ്റീൻ്റെ പ്രോഗ്രാംസ്? അങ്ങനെ ഇവരുടെ കൂടെ നീക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. നീക്കുട്ടി നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ്. അങ്ങനെ നമ്മുടെ ഫുട്ബോൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് കളി പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അധികവും വഴക്കിലാണ് കളി അവസാനിക്കാറുള്ളത്. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഏറ്റവും ചെറിയ കുട്ടിക്ക് അവർ ചെറിയ ഇളവുകളൊക്കെ നൽകും. അതിലാണ് ചെറിയ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവാറ്. അങ്ങനെ ഫുട്ബോൾ എൻ്റെ കാലിലും എത്തി. അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്തതിന് എനിക്കൊരു ലൈക്ക് ചെയ്യുക എൻ്റെ ഈ വീഡിയോസിൻ്റെ താഴത്തായിട്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. I hope you all enjoyed watching this video. So don't forget to like, subscribe and press the bell button. Thank you.